മാജിക് പ്രാക്ടീസിന്റെ 16-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി 1-ാമത്തെ ദിവസത്തെ വീഡിയോ മുതൽ കണ്ട് അതിൻ്റെ പ്രാക്ടീസുകൾ ചെയ്തു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് എന്തെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ വിഷമിക്കേണ്ട. മുന്നിലേക്ക് പോയി 3 ദിവസം പിറകിലേക്ക് പോയിട്ട് അന്ന് മുതലുള്ള പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങിയാൽ മതിയാകും. ഈ പ്രാക്ടീസുകൾ ചെയ്ത് തീരുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. ആരോഗ്യത്തിൽ എങ്ങനെയാണ് അത്ഭുതങ്ങളും മാന്ത്രികതയും കൊണ്ടുവരാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ്ണ ആരോഗ്യം നമ്മുടെ എല്ലാവരുടെയും ജന്മാവകാശമാണ്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം. സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെപ്പോഴും ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരും കൂടുതൽ സമയവും സന്തോഷമുള്ളവരുമായിരിക്കണം. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളാരും അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറ് പോലുമില്ല, അല്ലേ? ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെയുള്ള അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട പൂർണ്ണ ആരോഗ്യം അനുഭവിക്കാൻ തുടങ്ങുന്നതിന് നമുക്ക് ഏറ്റവും വേഗത്തിലുള്ള വഴി കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി പ്രകാശനമാണ് എന്നാണ് റോണ്ടാബൺ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, നമ്മളത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പ്രവൃത്തിയിൽ വരുത്തുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്താനും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന രോഗശാന്തിയുടെ അത്ഭുതങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യം മനുഷ്യ ശരീരത്തിൽ പൊടുന്നനെ പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഫലമാണ്. അതായത് സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെ ഉണ്ടായിരുന്ന അവസ്ഥ മാറി സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തുക എന്നതാണ്. www.thesecret.tv/stories എന്ന വെബ്സൈറ്റിൽ കൃതജ്ഞതയുടെ ഒരുപാട് അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ചുള്ള കഥകൾ, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വെബ്സൈറ്റ് പോയിട്ട് അവരുടെ എല്ലാ അനുഭവങ്ങളും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ശാരീരിക പരിചരണം, അതുപോലെ തന്നെ പോഷകങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും ചേർന്ന ഭക്ഷണം, അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും വൈദ്യസഹായം പിന്തുടർന്ന് അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി കൂടെ ചേർന്നാൽ നമ്മൾക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ വേഗം എത്തിച്ചേരാനാകും. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു രോഗമുണ്ടെന്ന് കരുതുക. സ്വാഭാവികമായും ആ രോഗം എന്താണെന്നും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാ മനുഷ്യരും ശ്രമിക്കും, അല്ലേ? പക്ഷെ പലപ്പോഴും അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മിക്ക ആളുകൾക്കും ഉള്ളിൽ നിഷേധാത്മകമായ വികാരങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലേ? വിഷമമോ നിരാശയോ ഭയമോ പോലുള്ള വികാരങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ടിത്, എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ എന്നെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? എന്നാൽ രോഗത്തെ പറ്റിയുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ ഒരിക്കലും നമുക്ക് ആരോഗ്യത്തെ തിരികെ കൊണ്ടുതരില്ല. യഥാർത്ഥത്തിൽ അത് ആരോഗ്യത്തെ കൂടുതലായി നമ്മളിൽ നിന്ന് അകലാനായിട്ടേ സഹായിക്കുള്ളൂ. അതായത് നമ്മുടെ ആരോഗ്യം കുറയ്ക്കാനേ സഹായിക്കുള്ളൂ. അതായത് വിപരീത ഫലം ഉണ്ടാകും. നമ്മുടെ അസുഖം സുഖപ്പെടുന്നതിന് പകരം ആരോഗ്യം വർദ്ധിക്കുന്നതിന് പകരം നിഷേധാത്മക ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലേക്കും രോഗത്തിൻ്റെ മൂർധന്യത്തിലേക്കും എത്തിക്കും. അതിന് പകരം നമ്മൾ നിഷേധാത്മക ചിന്തകളെ മാറ്റി അവിടെ നമ്മൾ നല്ല ചിന്തകളെ സ്ഥാപിക്കണം. അവിടെയാണ് കൃതജ്ഞതയ്ക്ക് കൂടുതൽ ചെയ്യാനുള്ളത്. ഉദാഹരണത്തിന്, പല ആളുകൾക്കും അവരുടെ ശരീരഘടനയെ പറ്റി അവർക്ക് തന്നെ ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള വികാരങ്ങളും വിമർശനാത്മകമായ ചിന്തകളും ഒക്കെ ആയിരിക്കും, അല്ലേ? ശരിക്കും അങ്ങനെയുള്ള വികാരങ്ങളും ആരോഗ്യത്തിൻ്റെ മാന്ത്രിക ഒഴുക്കിനെ തടയും. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയെ പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, പലർക്കും അങ്ങനെയില്ലേ, എനിക്കെൻ്റെ കണ്ണിഷ്ടമല്ല, എനിക്കെൻ്റെ മൂക്ക് ഇഷ്ടമല്ല, എനിക്കെൻ്റെ മുഖം ഇഷ്ടമല്ല, എൻ്റെ കൈ ഇഷ്ടമല്ല, എൻ്റെ ഇങ്ങനത്തെ സ്ട്രക്ചർ എനിക്കിഷ്ടമല്ല, അങ്ങനെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒന്നിനെ നമ്മൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തോട് നന്ദിയില്ല എന്നുള്ളതിന് തെളിവാണ്.
ഇപ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ പല കാര്യങ്ങളും ഞാൻ പറയും, എനിക്ക് എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൃതജ്ഞതയില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം മുതൽ ഞാനത് മാറ്റാൻ തുടങ്ങി. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവമോ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയോ എന്തെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അതിനർത്ഥം നമുക്ക് കൃതജ്ഞത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആകർഷണ നിയമപ്രകാരം ശരിക്കും നമ്മൾ എന്താ ആകർഷിക്കുന്നത്? നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള പരാതികൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തും, അല്ലേ? കൂടുതൽ പരാതിപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മളെ ക്ഷണിച്ചു വരുത്തും. അപ്പം നമ്മുടെ ശരീരത്തെ പറ്റിയോ ഘടനയെ പറ്റിയോ പരാതിപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടും അപകടത്തിലാക്കും, അല്ലേ? ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും രോഗികളോ സുഖമില്ലാത്തവരോ ഒക്കെ ആയിരിക്കാം, ഒരുപാട് വേദന അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ആരോഗ്യമെന്ന സമ്മാനം നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. രോഗത്തിൻ്റെ അവസ്ഥയിലും വേദനയിലും എല്ലാം നന്ദിയുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ ആ നന്ദിയുടെ വികാരത്തിലായിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അതെനിക്കും അറിയാം. എന്നാൽ നന്ദിയുടെ അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ഒരു ചെറിയ അംശത്തിന് പോലും നമ്മുടെ ശരീരത്തിലേക്ക് ആരോഗ്യത്തിൻ്റെ മാന്ത്രികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കാനാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നോ? നിങ്ങളുടെ പഴയ കാലത്തേക്ക് പോകാൻ, നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ബാല്യം, കൗമാരം, യൗവനം, ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ മികച്ച ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരുന്ന സമയത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ സമയത്ത് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പോലെ ഇപ്പോൾ ഞാൻ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം നിറയും, അല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 3 അനുഭവങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക. എന്നിട്ട് അതിനെ നമ്മളൊരു ലിസ്റ്റ് ആക്കുക. എന്നിട്ട് മാന്ത്രിക വാക്കായ നന്ദി 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 എന്നെഴുതുക. ആ കാലത്തെക്കുറിച്ച് വളരെയധികം ആത്മാർത്ഥമായി അങ്ങേയറ്റം നമ്മൾ കൃതജ്ഞത അർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ഈ 3 കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെക്കുറിച്ചും ഓരോ പ്രക്രിയകളെക്കുറിച്ചും ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിൽ നന്നായി നടക്കുന്ന ഏതെങ്കിലും 5 പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അവ ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ മനസ്സിൽ നന്ദി 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 എന്ന മാന്ത്രിക വാക്ക് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് നന്നായി കാണാൻ സാധിക്കുന്നതിന് നന്ദി, എൻ്റെ ചെവികൾ നന്നായി കേൾക്കുന്നതിന് നന്ദി, എൻ്റെ ഹൃദയം വളരെ നന്നായി പ്രവർത്തിക്കുന്നതിന് നന്ദി, എൻ്റെ ശ്വാസകോശങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നമ്മളുടെ ഓരോ പ്രവർത്തികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുക. അതിനെല്ലാം നന്ദി പറയുക. അടുത്ത സ്റ്റെപ്പ്, നിങ്ങളുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി വളരെ സവിശേഷമായി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനാണോ ബുദ്ധിമുട്ടുള്ളത് ആ അവയവത്തെ നമ്മൾ പ്രത്യേകമായി എടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്നത് എങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. അതായത് ഒരു രോഗം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസും അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? കൂടുതൽ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരികയേ ഉള്ളൂ. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ആ അവയവത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് അതിനകത്തേക്ക് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉദാത്തമായ, അതായത് ഏറ്റവും നന്നായിട്ടുള്ള അവസ്ഥയെ ഭാവനയിൽ കാണാൻ 1 മിനിറ്റ് നമ്മൾ ചെലവഴിക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. അതിനൊപ്പം തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ അതിന് നന്ദി പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ വൃക്കകളുടെ അല്ലെങ്കിൽ കിഡ്നികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് ആഗ്രഹമെങ്കിൽ, വളരെ ആരോഗ്യമുള്ള കരുത്തുള്ള വൃക്കകൾ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ച് നീക്കി അതിന് വളരെ നന്ദിപൂർവ്വം നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ മനസ്സിൽ. അതായത് 2 വൃക്കകളും വളരെ നല്ല രീതിയിൽ മാലിന്യങ്ങളെ അരിച്ച് നീക്കി നിങ്ങളുടെ രക്തത്തെ ശുദ്ധി ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഈ പ്രോസസ്സ് വളരെ നന്നായി നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക.
നിങ്ങളുടെ 2 വൃക്കകളും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം നിലനിർത്തുന്നതായിട്ട്, നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള രക്തശുദ്ധീകരണം നടത്തുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക. നിങ്ങളുടെ കാഴ്ചശക്തിയാണ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നല്ല കാഴ്ചശക്തിക്ക് നന്ദി പറയുക. നിങ്ങൾ നന്നായി കാണുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ കേൾവിശക്തിയാണ് നിങ്ങൾക്ക് കൂട്ടേണ്ടതെങ്കിൽ നല്ല കേൾവിശക്തിയുള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരഭാരമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് എത്ര ശരീരഭാരം വേണമെന്നുള്ളത് മനസ്സിൽ കാണുക. അത്ര കിലോയായി നിങ്ങൾ കുറഞ്ഞ് നിങ്ങളുടെ ശരീരഭാരം എത്രയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു 90 കിലോ ഉള്ള ആളാണ്, നിങ്ങൾക്ക് അത് കുറഞ്ഞ് ഒരു 55 കിലോയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം 55 കിലോയായി കുറഞ്ഞതിന് നന്ദി എന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം ആ ശരീരഭാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതായി നിങ്ങൾ മനസ്സിൽ കണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ അവസ്ഥ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു, അത് ലഭിച്ചു കഴിഞ്ഞു എന്ന പോലെ നന്ദി പറയുക. അലോപ്പതിയുടെ ഉപജ്ഞാതാവായ ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളിൽ തന്നെയുള്ള സ്വാഭാവിക ശക്തികളാണ് രോഗത്തിൻ്റെ ശരിയായ വൈദ്യന്മാർ എന്ന്. ആരോഗ്യ പരിശീലനത്തിൻ്റെ മാന്ത്രികതയും അത്ഭുതങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ പരിശീലനം പിന്തുടരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം വളരെ വേഗം ആവശ്യമാണ് എങ്കിൽ, അതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ പല തവണ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു നിഷേധാത്മക അവസ്ഥ അല്ലെങ്കിൽ ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അതിന് ഉത്തമാവസ്ഥ സങ്കല്പിച്ച് അതിനോട് നന്ദി പറഞ്ഞ് അത് സ്വീകരിച്ചാൽ എന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ ആക്കി വെക്കേണ്ടതാണ്. അതല്ലാതെ നിഷേധാത്മക ചിന്തയുടെ പുറകെ ഒരിക്കലും പോകരുത്. നിങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മൾ ശരീരത്തിന് നല്ല രീതിയിലുള്ള പരിചരണം നൽകിയത് കൊണ്ട് മാത്രമായില്ല, ആരോഗ്യത്തോടെ നമ്മൾ അത്യധികം കൃതജ്ഞതാലു ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ പരിശീലനം നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മളുടെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ പട്ടിക എഴുതുക. അതായത് 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് കൃതജ്ഞാലു ആയിരിക്കുന്നതെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നമ്മൾ നന്ദി 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 എന്ന് പറയുക. കഴിയാവുന്നിടത്തോളം അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലോകത്തിന് നെറുകയിലാണെന്ന് തോന്നിയ 3 വ്യത്യസ്ത മുഹൂർത്തങ്ങൾ ഓർത്തെടുക്കുക. ആ സമയങ്ങൾക്ക് അങ്ങേയറ്റം കൃത്യമായി നന്ദി പറയുക. അടുത്തത് നിങ്ങളുടെ ശരീരത്തിലെ നല്ല രീതിയിലുള്ള 5 പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോന്നിനും ഒന്നൊന്നായി നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലെ ആരോഗ്യത്തിൽ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉത്തമമായ അവസ്ഥയെപ്പറ്റി 1 മിനിറ്റ് സങ്കല്പിക്കുക. ഈ ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക. പിന്നെ ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കയ്യിൽ മാന്ത്രിക കല്ല് പിടിക്കുക. അന്നേ ദിനം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക. അതോടെ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് അവസാനിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കമ്മ്യൂണിറ്റിയാണത്. നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളുടെയും മറുപടി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും പുതിയ നല്ല ചിന്തകളും ലഭിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.